സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഭാർഗവി ദേവികയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഭാർഗവിയെ കണ്ടതും ശാരികയും രാധികയും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഭാർഗവിയുടെ അടുത്തേക്ക് ചെല്ലണത്. പക്ഷേ ഭാർഗവി അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല അവരോട് പെരുമാറുന്നത്. ഭാർഗവിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. ദേവിക എന്ന് വിളിക്കുമ്പം ചേച്ചി ഇവിടെ ഇല്ലയെന്ന് ശാരിക പറയുന്നുണ്ട്. അവൾ എന്ത് ചെയ്യും, അവൾ എവിടെ പോയേക്കോ, അവളിപ്പോൾ വലിയ രാഷ്ട്രീയക്കാരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാർഗവി ദേഷ്യപ്പെടുമ്പം നമ്മുടെ രാധികയ്ക്കും ശാരികയ്ക്കും ആണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ഇതിനു മുമ്പ് ഭാർഗവിയുടെ ദേവികയോടുള്ള പെരുമാറ്റവും ഇപ്പോഴത്തെ പെരുമാറ്റവും അവർക്കും അങ്ങ് ഉൾക്കൊള്ളാനേ പറ്റാണ്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ആൻറ്റി എന്തിനാ ചേച്ചീനെ അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അവളോട് പറഞ്ഞോളാം, അവളെ നീ ഇങ്ങോട്ട് വിളിക്കുന്നു പറയുന്നുണ്ട്. ആ സമയത്ത് ശാരിക പറയും ചേച്ചി ഇവിടെ ഇല്ല, പാർട്ടി ഓഫീസിൽ പോയേക്കാന്നോ. അവളിപ്പോൾ വലിയ രാഷ്ട്രീയക്കാരിയാണല്ലോ, അവർക്ക് ഇപ്പോൾ ആരെയും ധിക്കരിക്കാനുള്ള കഴിവുമുണ്ട്, അവൾക്കിപ്പോൾ ഇച്ചിരി തൻ്റെ ഇടം കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭാർഗവി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട് ആൻറ്റിയുടെ പ്രശ്നം എന്താ ആൻറ്റി, അവൾ എൻ്റെ പ്രഭക്കുഞ്ഞ് അവളോട് മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ പ്രഭക്കുഞ്ഞിനെ നാണം കെടുത്താനായിട്ട് മത്സരിക്കാനായിട്ട് നിൽക്കുമല്ലേ, അവളോട് മത്സരിക്കരുതെന്ന് പ്രഭക്കുഞ്ഞ് എത്ര പ്രാവശ്യം പറഞ്ഞതാ. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട് നേരത്തെ പ്രഭാൻ്റിക്കും ഇഷ്ടമായിരുന്നല്ലോ ചേച്ചി മത്സരിക്കണം, പിന്നെ ഇപ്പം എന്താ പ്രഭാൻ്റി ഇങ്ങനെ മാറ്റി പറയണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രഭക്കുഞ്ഞ് മാറ്റി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പാടില്ലേ. പ്രഭക്കുഞ്ഞിനെ അവൾക്ക് അറിയാവുന്നതല്ലേ, ഒത്തിരി വർഷമായില്ലേ പ്രഭക്കുഞ്ഞിൻ്റെ കൂടെ അവൾ ജീവിക്കണു, എന്നിട്ടും അവൾക്ക് പ്രഭക്കുഞ്ഞ് പറഞ്ഞത് അനുസരിക്കാൻ പറ്റില്ല. എന്തായാലും ഞങ്ങളിത് അംഗീകരിക്കാനൊന്നും പോണില്ല, അവളെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അവൾ പിന്തിരിഞ്ഞില്ലെങ്കിൽ പിന്തിരിപ്പിക്കേണ്ട വഴിയൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഭാർഗവി കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട് എന്താ ഭാർഗവി എന്താ പ്രശ്നം, നീ എന്തിനാ ഇത്രമാത്രം ദേഷ്യപ്പെടണേന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണമുണ്ട്, ആദ്യം അവളും ഇങ്ങോട്ട് വരട്ടെ, അവളെ കണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ പാർട്ടി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്ത് രാധിക മുറ്റത്തിൽ കണ്ടതോ എന്താ അമ്മ എന്താ എന്നെ നോക്കി പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ അതല്ല മോളെ ഭാർഗവി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് ദേവികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഭാർഗവി ആൻറ്റി വന്നോ, കുറച്ച് ദിവസമായി ആൻറ്റീനെ കണ്ടിട്ട്, ഞാൻ എന്തായാലും ആൻറ്റിയുടെ വീട് വരെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ആൻറ്റി ഇപ്പം ഇങ്ങോട്ട് വന്നത് നന്നായി എന്ന് പറയുമ്പോൾ മോളെ അത്ര സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഭാർഗവി വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരിക്കണേ, ഭാർഗവി ഭയങ്കര ദേഷ്യത്തിലാണ്, മോളോട് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് അതിന് ഭാർഗവി ആൻറ്റി ഞാനുമായിട്ടൊരു പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാ ആൻറ്റി എന്നോട് ദേഷ്യപ്പെടണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, മോളങ്ങോട്ട് ചെല്ലുമെന്ന് പറയുന്നു. അങ്ങനെ ദേവിക അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഭാർഗവി ദേവിയെ കണ്ടതും നീ വന്നോടി, നിനക്ക് ഇത്രയ്ക്ക് തൻ്റെ ഇടം ഉണ്ടെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ നിന്നോട് പ്രഭകുഞ്ഞ് മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇത്ര തൻ്റെ ഇടത്തിൽ നീ മത്സരിക്കാനായിട്ട് തയ്യാറാവില്ലായിരുന്നല്ലോ, നീ എന്തായാലും ഈ പ്രാവശ്യം മത്സരിക്കാൻ പോകുന്നില്ല, നീ സ്വയം പിന്മാറുവാണെങ്കിൽ നിനക്ക് നല്ലതാ, ഇല്ലെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ മാറ്റണത് എങ്ങനെയാണെന്ന് നീ നോക്കിക്കോ എന്നൊക്കെ പറയണം. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഭാർഗവി ആൻറ്റി ഇത് എന്തൊക്കെയാണ് പറയണേ, ആദ്യം ഞാൻ മത്സരിക്കുന്ന സമയത്ത് അമ്മയ്ക്കും രജനി ചേച്ചിക്കും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ എതിർപ്പ് വരാനുള്ള കാരണം എന്താ, ആദ്യം അമ്മയോടല്ലേ അച്ഛൻ മത്സരിക്കാൻ പറഞ്ഞത്, അന്നേരം അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് മത്സരിക്കാൻ പറ്റില്ല, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയിരിക്കണുള്ളൂ എന്നാ, പിന്നീട് എന്നെ നിർത്തിയപ്പോൾ അമ്മയ്ക്ക് അത് സന്തോഷമായിരുന്നു, അമ്മ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു, എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, പിന്നീട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ എന്നോട് മത്സരിക്കരുതെന്ന് പറയാൻ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ എന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് കാരണമുണ്ട്, കാരണം ഉള്ളതുകൊണ്ട് തന്നെ പ്രഭകുഞ്ഞ് നിന്നോട് മത്സരിക്കരുതെന്ന് പറഞ്ഞാൽ, എന്നാൽ ആ കാരണം അമ്മ എന്നോട് പറയട്ടെ എന്ന് പറയുമ്പം നിന്നോട് അത് പറയേണ്ട കാര്യമൊന്നും പ്രഭകുഞ്ഞിനില്ല, പ്രഭകുഞ്ഞ് പറയണത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി, നീ അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാനും ഞങ്ങൾക്ക് അറിയാമെന്ന്. ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദേവിക ഭാർഗവിയോട് പറയുന്നുണ്ട് ഭാർഗവി ആൻറ്റി പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ, ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം, അതും കൂടി കേട്ടിട്ട് ആൻറ്റി ഇവിടുന്ന് പോയാൽ മതിയെന്ന്. ആ സമയത്ത് നിനക്ക് എന്താടി പറയാനുള്ളത്, എന്താണെങ്കിലും നീ പറയടി, നിനക്ക് അല്ലെങ്കിലും ഇച്ചിരി തൻ്റെ ഇടം ഇപ്പോൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ഭാർഗവി ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മയല്ല അച്ഛൻ പറഞ്ഞാൽ പോലും ഞാനിതിൽ നിന്ന് പിന്മാറില്ല, ഞാൻ മത്സരിക്കാൻ ഉറപ്പിച്ച് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, ഇനി എൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഈ മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതും അടുത്ത MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതും, അല്ലാണ്ട് മറ്റൊന്നിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് അതും എനിക്കറിയാടി, നീ നന്ദനെക്കുറിച്ചോ അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കണില്ല, നിനക്കിപ്പോൾ MLA ആവണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, അതിന് സപ്പോർട്ടായിട്ട് നിൻ്റെ അച്ഛനും അമ്മയും അനുജത്തി ഉണ്ടല്ലോ, എന്തായാലും നീ മത്സരിക്കാനും പോകുന്നില്ല, ഒരു കാരണവശാലും നീ ജയിക്കാനും പോകുന്നില്ല, MLA ആവാനും പോകുന്നില്ല, അത് വിചാരിച്ചാൽ നീ നടക്കണമെങ്കിൽ ആ വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചേരുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അത് തീരുമാനിക്കാൻ ഭാർഗവി ആൻറ്റി ആരാ, ഞാനല്ലേ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്, എന്നെ ഭരിക്കാൻ
ഭരിക്കാനൊന്നും ആരും വരണ്ട, പിന്നെ അമ്മയോടും പറഞ്ഞേരെ എന്നെ ഭരിക്കാൻ നടക്കണ്ടെന്ന്. അവരുടെ മകൻ്റെ ഭാര്യ എന്നുള്ളൊരു ബന്ധത്തിൽ അവരെന്നെ ഭരിക്കണമെങ്കിൽ ആ സ്ഥാനം വേണ്ടാന്ന് വയ്ക്കാനും ഞാൻ തയ്യാറാണ്. ഇത് കേട്ടത് നമ്മളുടെ ഭാർഗവിക്കാണെങ്കിൽ ആകെ അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട്. പിന്നീട് ഭാർഗവി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് രാധിക വന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്കും ഒന്നും മനസ്സിലാവണില്ല അമ്മേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കണേന്ന്. എന്തായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചു, മുന്നോട്ട് വച്ച കാലിനി പിന്നോട്ടില്ല. അതുമാത്രമല്ല എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ട് അച്ഛനും ഗിരീഷേട്ടനും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ഞാൻ മത്സരത്തിലേക്ക് തന്നെയാണ് പോണേന്ന്. പിന്നീട് നമ്മളുടെ പ്രഭാവതിനെയാണ് കാണിക്കുന്നത്. പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ കലി പൂണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭാർഗവി അങ്ങോട്ട് വരുന്നുണ്ട്. ഭാർഗവിയെ കണ്ടതും പ്രഭാവതി വന്നിട്ട്, എന്തായി ഭാർഗവി, അവിടെ പോയിട്ട് ദേവികയെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഉവ കണ്ടു, അവളെന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അവളെന്ത് പറയാനാ, അവൾ ആര് പറഞ്ഞാലും ഇനി മത്സരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞാൽ പോലും അവൾ പിന്മാറില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി തന്നെ അവൾ പറഞ്ഞു. അവൾക്കിനി ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എന്ന്, അവൾക്ക് MLA ആവണം, അതാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി നന്ദുവിനെ വേണ്ടാന്ന് വെക്കാൻ അവൾ തയ്യാറാണെന്നാണ് എന്നോട് പറഞ്ഞത്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇപ്പോൾ ഭാർഗവിക്ക് മനസ്സിലായില്ലേ, ഇതെല്ലാം ആ അരുന്ധതിയുടെ കളിയാണ്. എല്ലാ കാര്യത്തിനും അരുന്ധതി അവൾക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞിന് ഈ വിവരങ്ങൾ ദേവികയോട് പറയാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ, എനിക്കതിപ്പോൾ ആരോടും പറയാൻ പറ്റില്ല ഭാർഗവി, ഇത് പറയാവുന്ന ഒരേ ഒരാൾ ഭാർഗവി മാത്രം, വേറെ ആരോടും ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ദേവികയെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വേഗം തന്നെ ഫോണെടുത്ത് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ സങ്കടത്തിലേക്കാണ്. ഭാർഗവി വന്നിട്ട് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ദേവികയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ദേവികയ്ക്ക് ഭയങ്കര അഹങ്കാരമാണെന്നും പ്രഭകുഞ്ഞിന് വേണ്ടി താൻ എന്ത് ചെയ്യാനും മടിക്കില്ല എന്നൊക്കെ ഭാർഗവി പറഞ്ഞതൊക്കെ ഇങ്ങനെ ദേവിക ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ദേവിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും ദിവസം ഭാർഗവി ആൻറ്റിക്കും അമ്മയ്ക്കും എന്നെ എന്ത് കാര്യമായിരുന്നു, അവർക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനായിരുന്നു. അങ്ങനെയുള്ള ഞാനിപ്പോൾ അവർക്ക് വെറുക്കപ്പെട്ടവളായി. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി മത്സരത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല, എനിക്കുമുണ്ടല്ലോ ഒരു വ്യക്തിത്വം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കണത്. ഫോണെടുത്ത് നോക്കിയതും അരുന്ധതി മേഡമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ദേവിക കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട്, എന്താ മേഡം, ഋഷിനെ കൊണ്ട് ആസ്പത്രിയിൽ പോയിട്ട് എന്തായി, ഋഷിയുടെ കാര്യം ഡോക്ടർ എന്നാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പം ഋഷിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാ ചെക്കപ്പും നടത്തി അധികം വൈകാതെ തന്നെ ഋഷി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞ. സന്തോഷം ദേവികയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഇതിനെല്ലാം കാരണമായത് ദേവികയാണ്. ദേവിക ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് ഋഷിക്ക് ഇത്ര പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അതിന് ഞാൻ എന്നും ദേവികയോട് കടപ്പെട്ടിരിക്കുമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മേഡം, എന്നോട് അങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ഋഷിയെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെ കണ്ടിരിക്കുന്നത്. ഋഷി എഴുന്നേറ്റ് നടക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിന് മേഡം എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ലാന്ന്. പിന്നീട് അരുന്ധതി ഇലക്ഷൻ പ്രചരണമൊക്കെ എവിടം വരെ എന്ന് ചോദിക്കുമ്പം ദേവികയാണെങ്കിൽ ഒരു തണുത്ത മട്ടിലുള്ള മറുപടി കൊടുക്കുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ദേവിക, അത് ചോദിച്ചപ്പോൾ സന്തോഷമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം അത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് മേഡം. അതെന്താ, ദേവികയോട് പിന്നീടും പിന്മാറാൻ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരുപാട് സ്ഥലത്തുനിന്ന് പ്രഷർ വരുന്നുണ്ട് മേഡം, പക്ഷേ ഞാനിനി അതൊന്നും നോക്കണില്ല, എന്തായാലും മുന്നോട്ട് തന്നെ പോകാനാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അതേതായാലും നന്നായി, ദേവിക ഉറച്ച മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകണം, എല്ലാ സപ്പോർട്ടിനും ഞാനുണ്ടാവും, പിന്നെ ദേവിക ജയിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതെനിക്കറിയാം മേഡം, എന്തായാലും ഇനി ഞാൻ പിന്നോട്ടില്ല, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അറിഞ്ഞുകൊണ്ടല്ല, യാദൃശികമായിട്ടാണ്, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പിന്നോട്ട് മാറില്ല മേഡം. പിന്നീട് നമ്മളുടെ ഭാർഗവിയും പ്രഭാവതിയും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ഭാർഗവി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും പ്രഭകുഞ്ഞെ, ഞാൻ ചെന്ന് പറഞ്ഞപ്പം ദേവിക പിന്മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അവൾ മുന്നോട്ട് പോകാൻ തന്നെ ഉറച്ച തീരുമാനത്തിലാണ്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, സിദ്ധുവിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്, അതുകൊണ്ടാണ് ദേവിക ഇത്ര ധൈര്യത്തിൽ നിൽക്കണം, സിദ്ധുവിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ദേവികയെ മത്സരിപ്പിക്കരുതെന്ന്, പക്ഷേ സിദ്ധു കേൾക്കണില്ല എന്ന് പറയുമ്പം ഭാർഗവി പറയുന്നുണ്ട്, എന്നാൽ പ്രഭകുഞ്ഞിന് സിദ്ധാർത്ഥ സാറിനോട് കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്ന് വയ്ക്കുമ്പം, ഇല്ല ഭാർഗവി, എനിക്കത് ആരോടും പറയാൻ പറ്റില്ല, ഇനിയിപ്പം ഞാൻ വെറുതെ ഇരിക്കുമെന്നൊന്നും ഭാർഗവി വിചാരിക്കേണ്ട, എനിക്കറിയാം അരുന്ധതിയെ എങ്ങനെ പൂട്ടണമെന്ന്, എൻ്റെ തനി സ്വരൂപം അരുന്ധതിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എൻ്റെ തനി സ്വഭാവം എടുത്താലേ ശരിയാവുള്ളൂ, എന്തായാലും ഞാനിനി അരുന്ധതിയെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, പ്രഭകുഞ്ഞ് എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണമെന്ന് ചോദിക്കുമ്പം, ഇപ്പം തന്നെ ഞാൻ
എസ്തപ്പാനെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാമെന്നാണ് വിചാരിച്ചേക്കണേന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി വേഗം തന്നെ ഫോണെടുത്ത് എസ്തപ്പാനെ വിളിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്നൊന്നും കാണിക്കണില്ല, അതെല്ലാം ഹൈഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം ഭാർഗവിയോട് പറയുന്നുണ്ട്, ഇനി പ്രഭാവതിയുടെ കളികൾ അരുന്ധതി കാണാനിരിക്കണേ ഉള്ളൂ, ഭാർഗവി നോക്കിക്കോ, അരുന്ധതിയെ പൂട്ടേണ്ട രീതിയിൽ തന്നെ ഞാൻ പൂട്ടും. ഇനിയാണ് അരുന്ധതി പ്രഭാവതിയുടെ വിശ്വരൂപം കാണാൻ പോണേന്ന്. അത് കേട്ടതും ഭാർഗവി ഇങ്ങനെ അത്ഭുതത്തോടുകൂടി പ്രഭാവതിയെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.